Hi friends, welcome to Commerce Bytes. I hope you people are all doing well. തൊട്ട് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ആണ്. അതിലെ പാർട്ട് 10 ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതും കമ്പ്യൂട്ടർ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ആ ഒരു വീഡിയോ മിസ് ഔട്ട് ചെയ്യാൻ ചാൻസസ് വളരെയധികം കൂടുതലാണ്. കാരണം ഞാൻ തംബ്നെയിലിൽ പറഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത്. പിന്നെ സ്റ്റുഡൻസിന് പൊതുവേ ഒരു ധാരണ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ലേ, ഞങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓവർ കോൺഫിഡൻസ് ഒരിക്കലും നന്നല്ല. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനോ സെയിം ടു സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ഫീലിംഗ് സോ ഹാപ്പി. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ വീഡിയോ സ്കിപ്പ് ഔട്ട് ചെയ്യരുത്. അതിൻ്റെ ഉള്ളിൽ ഞാൻ 8 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ മിസ് ഔട്ട് ചെയ്തവരോട് എനിക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, so now let's jump into our video part 11. So without much delay, let's move to the first question. Question number 1. Primary responsibility for a teacher's adjustment lies with. Primary ആയിട്ടൊരു റെസ്പോൺസിബിലിറ്റി ടീച്ചറിനെ ബേസ് ചെയ്തെടുത്തോളം ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്താണ് അല്ലെങ്കിൽ ആരോടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആർ ടു ദ പ്രിൻസിപ്പൽ, ഓപ്ഷൻ ബി students, option C teacher himself and option D community. ഫസ്റ്റ് തന്നെ ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി നമുക്ക് ലൈ ചെയ്യുന്നത് ആസ് എ ടീച്ചർ നമ്മളോട് തന്നെയാണ്. ഇപ്പോൾ എനിക്ക് ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്നെ ഫോളോ ചെയ്യുന്ന 150 to 170 സ്റ്റുഡൻസിന് നല്ല രീതിയിൽ തന്നെ എൻ്റെ 100% ഷുവർ ഇട്ട് വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യണം. കാരണം എന്നാൽ മാത്രമല്ലേ നിങ്ങൾക്ക് ആ ഒരു എക്സാമിന് ഫ്രൂട്ട്ഫുള്ളായിട്ട് ആ ഒരു എക്സാം ചെയ്യാനും നിങ്ങളെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനും പറ്റുള്ളൂ. സോ അതാണ്. അതുകൊണ്ട് ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി റെസ്പോൺസിബിലിറ്റി വന്ന് വീഴുന്നത് ആ ടീച്ചർക്ക് തന്നെയാണ്. അണ്ടർസ്റ്റുഡ്? എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്തുകയും അതുപോലെ തന്നെ ഇംപ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ ഇംപ്രൂവ് ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. Understood? Question number 2. Meaningful learning takes place when teacher explains concept. ഒരു മീനിങ്ഫുൾ ലേണിംഗ് എപ്പോഴാണ് ടേക്സ് പ്ലേസ് ചെയ്യുന്നത്? When the teacher explains concepts. ഇനി നമ്മൾക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. ഓപ്ഷൻ എയിൽ പറയുന്നത് യൂസിങ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ഓപ്ഷൻ ബിയിൽ പറയുന്നത് ഇൻ സ്റ്റുഡൻസ് മദർ ടങ്, ഓപ്ഷൻ സിയിൽ പറയുന്നത് ലിങ്ക് വിത്ത് ദ പ്രീവിയസ് നോളജ് ആൻഡ് ഓപ്ഷൻ ഡി ഗിവിംഗ് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ. യെസ്, ഇറ്റ്സ് ഷ്യൂർ. കാരണം നമ്മൾക്കറിയാം ഈ ഓഡിയോ വിഷ്വൽ വീഡിയോസ് നമ്മൾ കുട്ടികളെ കാണിക്കുമ്പോൾ ആ കുട്ടികളുടെ മൈൻഡിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി വന്ന് കയറിക്കോളും. പക്ഷേ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് നമ്മൾക്കിവിടെ ഓപ്ഷൻ സിയിൽ തന്നിട്ടുണ്ട് അവർ. സോ വി വിൽ ബി ഫോക്കസിങ് ഓപ്ഷൻ സി. കാരണം ലിങ്ക് വിത്ത് പ്രീവിയസ് നോളജ്, ഒരു കുട്ടി ഒരു സബ്ജക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ പറ്റി ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്കിനെ ബന്ധപ്പെടുത്തി ആ കുട്ടിക്ക് പറയുമ്പോൾ ആ കുട്ടിക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് മനസ്സിലാവും. സോ അങ്ങനെ വേണം ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുന്ന ടൈമിൽ പണ്ടത്തെ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്തല്ലേ പഠിപ്പിക്കുന്നത്. ശരിക്കും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ മൈൻഡിൽ ആ ഒരു ടോപ്പിക്ക് നിലനിൽക്കുകയും ചെയ്യും. അതുപോലെ കണക്ട് ചെയ്ത് പറയുമ്പോൾ ആ പോയിൻറ്റുകളൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. അണ്ടർസ്റ്റുഡ്? പിന്നെ ഓപ്ഷൻ ബിയിൽ പറയുന്നുണ്ട് സ്റ്റുഡൻസ് മദർ ടങ്ങിൽ പഠിപ്പിക്കാം. പക്ഷേ അതിനേലും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് ലിങ്ക് വിത്ത് ദ പ്രീവിയസ് നോളജ് തന്നെയാണ്. അണ്ടർസ്റ്റുഡ്? അതുകൊണ്ടാണ് ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ ആയത്. ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് നമുക്ക് 4 ഓപ്ഷനും ആപ്റ്റായിട്ട് തോന്നാം, പക്ഷേ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് വേണം നമ്മൾ ലോക്ക് ചെയ്യാൻ. അണ്ടർസ്റ്റുഡ്? സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 3. റേറ്റിംഗ് സ്കെയിൽ വുഡ് mostly be used in evaluation of option A personality, option B aptitude, option C intelligence and option D reading readiness. And here the answer will be personality. എപ്പോഴും റേറ്റിംഗ് സ്കെയില് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇവാലുവേഷൻ ഓഫ് പേഴ്സണാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഇൻ്റർവ്യൂസിനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അവരൊരു റേറ്റിംഗ് സ്കെയിൽ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു 100 കണക്കിന് ഇൻ്റർവ്യൂയീസ് അവിടെ ഉണ്ടാവും അല്ലേ. സോ അവരുടെയൊക്കെ പേഴ്സണാലിറ്റി റേറ്റ് ചെയ്യുന്നതാണ് റേറ്റിംഗ് സ്കെയിൽ വെച്ചിട്ട്. അണ്ടർസ്റ്റുഡ്? ഇപ്പോൾ 50 കാൻഡിഡേറ്റ്സ് വന്നു. ആ 50 കാൻഡിഡേറ്റ്സിൽ ആരാണ് ദ ബെസ്റ്റ് എന്ന് അവർക്ക് റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റേറ്റിംഗ് സ്കെയിൽ. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In competitive exam, objective items included in large scale. Why? എന്തുകൊണ്ടാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഒബ്ജക്റ്റീവ് ഐറ്റംസ്, അതായത് ഇപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത് എന്തുകൊണ്ടാണെന്ന്.
അക്കോർഡിംഗ് ടു യു നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഒരു മിനിറ്റ്. എന്തുകൊണ്ടായിരിക്കും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഈ ഒരു ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത്? നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഓപ്ഷൻ എയിൽ പറയുന്നത് ഫാസ്റ്റ് സ്കോറിംഗ്, ഓപ്ഷൻ സി അവൈലബിലിറ്റി ഓഫ് മാനുവൽസ്, ഓപ്ഷൻ സി ഹൈ വാലിഡിറ്റി ആൻഡ് ഓപ്ഷൻ ഡി ഈസിനെസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയർ. അതായത് ഫാസ്റ്റ് സ്കോറിംഗ് എന്നൊരു പോയിൻ്റ് നമ്മൾക്കവിടെ പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അതിൽ ആ 4 ഓപ്ഷനിൽ ഏതാണ് ബെസ്റ്റ് എന്ന് നമ്മൾക്ക് നോക്കുമ്പോൾ അവിടെ ടൈം എടുക്കും. സോ അവിടെ ഒരു ഫാസ്റ്റ് സ്കോറിംഗ് എന്നൊരു പോയിൻ്റ് അവിടെ നമുക്ക് മെൻഷൻ ചെയ്യാനേ പറ്റില്ല. ആൻഡ് അവർ പറയുന്നത് അവൈലബിലിറ്റി ഓഫ് മാനുവൽസ്, ആ ഓപ്ഷനും തെറ്റാണ്. ഓപ്ഷൻ സിയിൽ പറയുന്നത് ഹൈലി വാലിഡിറ്റി, ഏറ്റവും വാലിഡായിട്ട് ഒരു ടെസ്റ്റാണ് കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ എക്സാം തന്നെ എടുത്ത് നോക്കൂ. കേരള സിറ്റിൻ്റെ എക്സാം അതിലെങ്ങനെയാണ് 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും നമ്മൾ 2 hours കൊണ്ട് ക്ലിയർ ചെയ്യണം, അങ്ങനെയല്ലേ? സോ നമ്മൾക്ക് അവിടെ ഒരു ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു മാനേജ്മെൻറ്റ് സ്കില്ല് അവിടെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. എനിക്ക് 120 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ എൻ്റെ ആ ഒരു സ്കിൽ ഞാനിപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, ഇപ്പോൾ ഓപ്ഷനിൽ 4 ടേംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 4 ടേംസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. സോ ആ ഒരു എക്സാമിനർ നമ്മളുടെ അസസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ പറയുന്ന ടേംസിനെ കുറിച്ച് എല്ലാത്തിനെയും കുറിച്ച് അറിവുണ്ടോ എന്നുകൂടിയാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ആ 4 ടേംസിനെ കുറിച്ച് നമുക്കറിയാമെങ്കിൽ മാത്രമല്ലേ നമുക്കതിലെ കറക്റ്റ് ആൻസർ ഏതാണെന്ന് ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവിടെ അവർ അതും ചെക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റും ചെക്ക് ചെയ്യുന്നുണ്ട്. അണ്ടർസ്റ്റുഡ്? സോ ഏറ്റവും കൂടുതൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കോമ്പറ്റേറ്റീവ് എക്സാമിന് ചൂസ് ചെയ്യാനുള്ള കാരണം അത് ഹൈലി വാലിഡിറ്റിയാണ്. അണ്ടർസ്റ്റുഡ്? ഇനി ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ആൻസറാണ് ഇത്, ഹൈലി വാലിഡ് ആണ്. ഓക്കെ, moving to the next question. If a teacher has to establish his credibility in evaluation answer scripts, he must be. ഒരു ടീച്ചർ ഒരു നല്ല രീതിയിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഒബ്ജക്റ്റീവ്, ഓപ്ഷൻ ബി ലീനിയൻറ്റ്, ഓപ്ഷൻ സി സ്ട്രിക്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി പ്രോംപ്റ്റ്. ഹിയർ ദ ആൻസർ വിൽ ബി Option A, that is objective. Okay, so a teacher's credibility means that a teacher's credibility is the student's belief that they can learn from a particular teacher because this adult is believable, convincing and capable of persuading students that they can be successful എന്നുള്ളത്. സോ ഒരു ടീച്ചറിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് കുട്ടികളുടെ ബിലീഫാണ്. ഓക്കെ, ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ടീച്ചറിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഒരു നോളജ് എനിക്ക് കിട്ടും എന്നുള്ള ആ ഒരു ബിലീഫാണ്. അണ്ടർസ്റ്റുഡ്? സോ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എ ടീച്ചർ ഹാസ് ടു എസ്റ്റാബ്ലിഷ് ഹിസ് ക്രെഡിബിലിറ്റി ഇൻ ഇവാലുവേറ്റിംഗ് ആൻസർ സ്ക്രിപ്റ്റ്, ഹി മസ്റ്റ് ബി ഒബ്ജക്റ്റീവ്. എപ്പോഴും ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫാണെങ്കിൽ ടീച്ചർ വിൽ ബി ലീനിയൻ്റ് ആയിട്ടായിരിക്കും ആ ഒരു ആൻസർ പേപ്പർ ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഒരു ടീച്ചറിൻ്റെ ക്രെഡിബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ആ ടീച്ചർ എപ്പോഴും അവരുടെ സ്റ്റുഡൻസിൻ്റെ ആൻസർ കീ എപ്പോഴും ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വേണം ചെക്ക് ചെയ്യാനായിട്ട്. അണ്ടർസ്റ്റുഡ്? സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 5. Members of the group act, feel and think together in a way which is different from the normal acting, feeling and thinking of individuals who compose it. It is known as. Options are option A, group mind, option B, leadership, option C, mimesis and option D, cooperation. ഇവിടെ നിങ്ങൾക്ക് മിമെസ് എന്ന് പറയുന്ന ആ ഒരു ടേം കുറച്ച് ന്യൂ ആയിരിക്കും അല്ലേ? കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു ടേം കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കാം. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് വാട്ട് ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, ദാറ്റ് ഇസ് മിമെസ്. ആ ഒരു പുതിയ ടേം തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: മെമ്പർ ഓഫ് എ ഗ്രൂപ്പ് ആക്ട്, ഫീൽ, തിങ്ക് ടുഗദർ ഇൻ എ വേ വിച്ച് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ നോർമൽ ആക്ടിങ്. സാധാരണ ആക്ട് ചെയ്യുന്ന, സാധാരണ അയാൾ പെരുമാറുന്നതിലും ഡിഫറെൻ്റ് ആയിട്ട് അയാൾ പെരുമാറുന്നു. ആക്ട് ചെയ്യുന്നു, ഫീൽ ചെയ്യുന്നു, തിങ്ക് ചെയ്യുന്നു ഒരുമിച്ച്. അങ്ങനെ ആ ഒരു ആളുടെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ഒന്ന് പെരുമാറുന്നു. സോ ആ ഒരു ടേമിനെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ മിമെസ് തന്നെയാണ്.
കാരണം ഇപ്പോൾ ഗ്രൂപ്പ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ടേമിനെയാണ് ഗ്രൂപ്പ് മൈൻഡ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. ആൻഡ് ലീഡർഷിപ്പും നമുക്കറിയാം, ഒരു കുറച്ച് പേരെ നമ്മൾ ലീഡ് ചെയ്യുന്നു. ഓക്കെ, സോ അവിടെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ലീഡർഷിപ്പ് എന്നാണ് അതിൻ്റെ ആൻസർ എങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും കീവേഡായിട്ട് ലീഡ് എന്ന് വന്നേനെ. സോ അവിടെ ലീഡ് എന്ന് പറയുന്ന ഒരു കീവേഡ് വന്നിട്ടില്ല. സോ ലീഡർഷിപ്പ് അല്ല. ആൻഡ് ഇപ്പോൾ ലാസ്റ്റത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോപ്പറേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോപ്പറേഷനിൽ എങ്ങനെയാണ്? എല്ലാവരും കൂടെ ഒരുമിച്ച്. ഈ ഒരു ഗ്രൂപ്പ് മൈൻഡിൻ്റെ പോലെ തന്നെ കോപ്പറേഷനും എല്ലാവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ടേമാണ് കോപ്പറേഷൻ. നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസറായ മെമെസിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. ഓക്കെ, മെമസ് ഇസ് ദ ഇമിറ്റേഷൻ ഓഫ് ദ ലൈഫ് ഇൻ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ഒരു ഇമിറ്റേഷൻ പ്രോസസ്സാണ് മെമസ് എന്ന് പറയുന്നത്. ഓക്കെ, വെൽ വെൻ ആർട്ട് ഇമിറ്റേറ്റ്സ് ലൈഫ് ഇറ്റ് ഈസ് മെമസ്. ദ മീനിങ് മീൻസ് ഇമിറ്റേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമിറ്റേഷൻ, അല്ലെങ്കിൽ നമ്മൾ അതിനെ കോപ്പി ക്യാറ്റെന്നോ ഇല്ലെങ്കിൽ മിമിക് ചെയ്തു എന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. ഓക്കെ, സോ മിമിറ്റ് might be found in a play with a realistic setting or in a particularly lifelike state. സോ ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷനിലാണ് മിമേസ് എന്ന് പറയുന്ന ആ ഒരു ടേം വരുന്നത്. അതായത് മിമിക്രി കാണിക്കുക അല്ലെങ്കിൽ അയാളെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, സെയിം തന്നെയാണ് മിമേസ് കൊണ്ട് ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ദ വേർഡ് റൈറ്റ്. So moving to the next question, team teaching was initiated in which country? Options are option A USA, option B UK, option C France and option D Japan. Here the answer will be UK. Team teaching ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ടീച്ചിങ്ങിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അതായത് 2 or 3 ടീച്ചേഴ്സ് ഒരുമിച്ച് ഒരു സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ടീം ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത് ഇനീഷ്യേറ്റ് ചെയ്ത ഫസ്റ്റ് കൺട്രി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് UK ആണ്. നിങ്ങൾക്ക് ആർക്കും അറിയണ്ടാവില്ല, റൈറ്റ്? ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വളരെ ഫ്യൂ ആയിട്ടാണ് ചോദിച്ചു കാണുന്നത്. പക്ഷേ ഈവൻ ദോ വി ഡോണ്ട് ഹാവ് ടു ടേക്ക് എ റിസ്ക് ഓഫ് ചാൻസ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. And moving to the last question, Rorschach ink blot test is used to assess. ഈ ഒരു Rorschach ink blot ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ, ഓപ്ഷൻ ബി ഇൻ്റലിജൻസ് ലെവൽ ഓഫ് ഇൻഡിവിജ്വൽ, ഓപ്ഷൻ സി personality traits of individual and option D creative abilities of individual. Here the answer will be option C, that is personality traits of individual. ഈ ഒരു ടെസ്റ്റിൽ മെയിനായിട്ട് അവർ നോക്കുന്നത് യു ആർ ഷോൺ എ സീരീസ് ഓഫ് ഇങ്ക് ബ്ലോട്ട്സ്. നമുക്ക് കുറച്ച് ഇങ്ക് ബ്ലോട്ട്സ് ആയിരിക്കും അവർ കാണിക്കുന്നത്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ഹൗ യുവർ മൈൻഡ് പെർസീവ്സ് ദ ഇമേജ് ദ ടെസ്റ്റ് ക്യാൻ ബി ആക്യുറേറ്റ്ലി ഇൻഡിക്കേറ്റ് യുവർ ട്രൂ പേഴ്സണാലിറ്റി ടൈപ്പ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പല ടെസ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസിൽ, അല്ലേ? ബെനറ്റ്, വെസ്ലർ, അങ്ങനെ കുറച്ച് ടെസ്റ്റുകൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ? പിന്നെ മൊസൈക്ക് ടെസ്റ്റ്. അതിലൊക്കെ എങ്ങനെയാണ്? നമുക്ക് കുറച്ച് ഒരു 400 ടൈൽസ് തരും, നമ്മളോട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറയും. നമ്മൾ ഇൻ ദ സെൻസ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ചിൽഡ്രൻ എന്നാണ്. സോ ഇവിടെ ഒരു റോർഷാച്ച് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റിൽ കുറച്ച് അവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സീരീസ് ഓഫ് ഇങ്ക് ബ്ലോട്ട്സ് നമുക്ക് തരും. സോ നമ്മളുടെ മൈൻഡിൽ ആ ഒരു ഇമേജ് എങ്ങനെയാണ് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ ഇരിക്കും നമ്മളുടെ പേഴ്സണാലിറ്റി ടൈപ്പ് അവർ അസസ് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് വാട്ട് ഇസ് Rorschach ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. ഇങ്ക് ബ്ലോട്ട് അവർ കുറച്ചിടും, എന്നിട്ട് ആ ഒരു പിക്ചർ, ആ ഒരു ഇമേജ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് അവർ ചോദിക്കും. സോ വി വിൽ ബി ഹാവിങ് ആൻ ആൻസർ. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്നുള്ളത്. അണ്ടർസ്റ്റുഡ്? ദാറ്റ്സ് ഇറ്റ്. ഇതാണ് Rorschach ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. സോ മറന്നു പോരുത്, ഈ ഒരു ടെസ്റ്റ് അസസ് ചെയ്യുന്നത് പേഴ്സണാലിറ്റി ട്രേറ്റ് ഓഫ് ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടാണ്. So with this note we are concluding. Let's see in the next video. Till then, work hard and study well. That's it. Thank you.